അപ്പൊ വയനാട്ടിലെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ ഇത്. പുഷ്പേച്ചിന്റെ സ്പെഷ്യൽ ബീഫ്. മീന് പൊരിഞ്ഞു കഴിഞ്ഞാ ഇട്ടിട്ടുള്ളൂ, ചൂടോടെ എടുത്തോ. ഇനി കപ്പ പുഴുങ്ങി വെച്ചത്, പിന്നെ അതിനുള്ളൊരു ചെറുപയറിൻ്റെ ഒരു മസാലക്കറി, തൈര്, കുറച്ച് ഉള്ളി വിതറിയിട്ട് സെറ്റായി. ഇതാണ് ചട്ടിക്കഞ്ഞി. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം, വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വയനാട്ടിലേക്ക് എത്തി. നമ്മുടെ മാനന്തവാടി ചൂട്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒരു നാടൻ സ്പോട്ട് ഉണ്ട്. പിന്നെ നിഖിൽ മെസ്സ് ചട്ടിക്കഞ്ഞി, ഇവിടെ കഞ്ഞിയാണ് മെയിൻ. കഞ്ഞിയും അതുപോലെ മീൻ വറുത്തതൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, വയനാട് ആ ഒരു ദുരന്തത്തിന് ശേഷം വളരെ ഡൗൺ ആയി കിടക്കുകയാണ് വയനാടിൻ്റെ പല ഭാഗങ്ങളും. പക്ഷേ വയനാട് എന്ന് പറയുന്നത് മുണ്ടക്കൈ ആ ഒരു ഏരിയ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരിക്ക് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് വയനാട്. അപ്പം ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇവിടെ പിന്നെ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ പേടികളൊക്കെ ഉണ്ട്. ഇപ്പം ടൂറിസ്റ്റ് പ്ലേസസൊക്കെ എല്ലാം ഓപ്പൺ ആണ്. അതുപോലെ വയനാട് ഇപ്പം ബാക്ക് ടു നോർമലായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവരും വയനാട്ടിലേക്ക് വരണം. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വയനാട്. അപ്പോൾ വയനാടിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ വരിക, പിന്നെ ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകളും സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളെപ്പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. കാരണം ഒരുപാട് കുട്ടികളും കുടുംബങ്ങളൊക്കെ അടങ്ങുന്ന ഒരുപാട് ഫാമിലി ഉള്ള സ്ഥലമാണ് വയനാട്. അപ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ എന്താവും, പൈസ ഫ്ലോ ആവില്ല, അതുപോലെ ബിസിനസ് നടക്കില്ല. ഇതുപോലെ പൈസ ഫ്ലോ ആയിട്ടില്ലെങ്കിൽ അവർക്ക് എന്താവില്ല, അവർക്കും വരുമാനം വരില്ല. അന്നത്തെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആഴ്ചയിലൊക്കെ വയനാട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാട് ബാക്ക് ടു നോർമൽ ആവും. ഓക്കെ, അപ്പം നമുക്കറിയാം വയനാട്ടിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇവിടെ ബിസിനസ്സുകൾ നടക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വയനാട് വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നിഖിൽ മെസ്സ് ചട്ടിക്കഞ്ഞി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിഖിൽ മെസ്സിലെ ചട്ടിക്കഞ്ഞി എങ്ങനെ ഉണ്ട് നോക്കാം. ആ ബ്രോ, സ്വന്തമല്ലേ ഫുഡ് അടിക്കുന്ന ശരി, നമുക്ക് എല്ലാവരും കൂട്ടിയിട്ട് പോലെ, എല്ലാവരും കൂട്ടിയിട്ട് പോവാ. ഓക്കെ, കാണാം, ശരി. യെസ്, അപ്പം നമുക്ക് നിഖിൽ മെസ്, നിഖിലിൻ്റെ ആണോ കട? നിഖിൽ ഉണ്ടോ ഇവിടെ? ഇതാ ഊണും ഉണ്ട് കേട്ടോ, ഊണും ഉണ്ട്. അതുപോലെ വെള്ളപ്പം, പാലപ്പം, ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, നെയ്ച്ചോറ്, വെജിറ്റബിൾ കറികൾ, നൂൽപുട്ട്, എണ്ണക്കടികൾ. വാ, നമുക്ക് കഞ്ഞി കുടിക്കാം. നല്ല അയിലൊക്കെ പൊരിച്ച പടം കാണുന്നതിൻ്റെ എഴുതാ, അയില പൊരിച്ചതും ബീഫും കഞ്ഞിയും എന്തൊക്കെയോ ഉണ്ട്. വാ ബാ, എവിടെ ഇരിക്കുന്നത്? എന്തല്ല സുഖല്ലേ? ഈ നിഖിൽ ആരാ? നിഖിലിൻ്റെ സുഖല്ലേ? നിഖിൽ മെസ്സ്. അപ്പോൾ എന്തൊക്കെയാ കഴിക്കാനുള്ളത്? ചോറ്, ചട്ടിക്കഞ്ഞി, ചമ്മന്തി ഒക്കെ ഉണ്ടോ? വാ ശരി. ഇതാ വെള്ളമൊക്കെ തരും. വാ, ഇവിടുന്ന് വാശിയോ? ഓ, ഭയങ്കര ശക്തിയല്ലേ വെള്ളത്തിന്. നിഖിലേ, നിഖിൽ അതെ അല്ലേ? നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മയുടെ മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെ ഉണ്ട്? ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ ടൂറിസ്റ്റുകൾ കുറവാണ്, അങ്ങനെ വരുന്നില്ല എന്നൊക്കെയുള്ള. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാരല്ലേ? കാരണം ഈ റിസോർട്ടുകളൊക്കെ കാലിയാന്ന് പറയുന്നത്. പക്ഷെ റിസോർട്ടുകളൊക്കെ ഭയങ്കര ഡ്രൈ ആന്ന് പറഞ്ഞു, കുറവല്ലേ? എന്തെങ്കിലും സുഖല്ലേ? എന്താ പറയാ, ഉരുൾപൊട്ടൽ ആ പ്രശ്നം. അതെ അതെ അതെ. അതുകൊണ്ട് അപ്പൊ ജനങ്ങളൊക്കെ ഇനിയും വരണം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ജനങ്ങൾ ഇനിയും വയനാട്ടിലേക്ക് വരണം. വയനാട് പഴയതുപോലെ ആവണം, അല്ലേ? അതെയാ, കാണുന്നുണ്ടാ? ഓ, ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് വരുന്നത്, പക്ഷെ നമ്മളെ വീഡിയോസ് ഒക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. അതെയാ, അല്ലേ? ആ, കണ്ടില്ലേ നിങ്ങള് വരുന്നു. ഓക്കെ, നിങ്ങൾ വരുന്ന പുഷ്പ. ഓക്കെ, എന്തൊക്കെയാ കഴിക്കാനല്ലേ? ചട്ടിക്കഞ്ഞി, സാദാക്കഞ്ഞി, പിന്നെ നാടൻ സദ്യ ടൈപ്പ്. ഓക്കെ, ഒന്ന് മിക്സ് ആയിട്ട് എടുത്തു. രണ്ട് എനിക്ക് കഴിഞ്ഞാ. ഓക്കെ, ബീഫ് ഉണ്ടോ? മീൻ എന്തൊക്കെയല്ലേ? തലേ വെറൈറ്റി ആയിട്ടുള്ള പൊരിച്ചിരിക്കുന്നത് അയില. അടുത്ത് വരിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ബാബാ നോക്കട്ടെ എന്തൊക്കെയാ. അപ്പൊ മീനും ബീഫൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ? വെളിച്ചെണ്ണയാ? വെളിച്ചെണ്ണയിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ബീഫ്. ഇതാ
പിന്നെ ക്രാഷ് ചില്ലില്ലേ ആ അതിട്ടിട്ടുള്ള ബീഫ് ഫ്രൈയാ അങ്ങനെ ഉണ്ടാവില്ല. വയനാട് അല്ല, ഞങ്ങളൊരു പ്രത്യേകം ബീഫിന്റെ മസാല ഉണ്ടാക്കുന്ന, പുറത്തുനിന്നൊന്നും ഒരു പൊടികളും എല്ലാം നിങ്ങൾ പൊടിക്കുന്ന അച്ചാറൊക്കെ നിങ്ങൾ നോക്കിയാൽ ഉണക്കി പൊടിക്കുന്ന എല്ലാം ഉണക്കി പൊടിക്കുന്ന. അത് ശരി. അപ്പൊ വയനാട്ടിലെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ ഇത്. ബീഫാ നിങ്ങള് ഇവിടെ കഴിക്കുന്നവരോട് പുഷ്പേച്ചിന്റെ സ്പെഷ്യൽ ബീഫ്. ഓ സിനിമത്തെ പുഷ്പ, അത് വേറെ പുഷ്പ, ഇത് വേറെ പുഷ്പ. മീന് പൊരിഞ്ഞു കഴിഞ്ഞാ ഇട്ടിട്ടുള്ളൂ. ചൂടോടെ എടുത്തോ. നമുക്കും ബീഫ് എടുത്തു, ഒരു ബീഫ് കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഇല്ല, ചില്ലി ഫ്ലെക്സ് ആണ് നല്ല രീതിയിൽ പൊടിച്ച് ഇത് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ബീഫാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇരിക്കട്ടെ. നിങ്ങളെ പേരാ? ഗീത. ഒരുമിച്ചുണ്ടായി. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 9 കൊല്ലായി. അപ്പൊ ഈ കട തുടങ്ങിയിട്ട് 9 കൊല്ലായി. 3 കൊല്ലം. അപ്പൊ മുമ്പേ ഒരുമിച്ചുള്ള സൗഹൃദമാണ് അല്ലേ? അതെയാ? കൂണ. ഓക്കെ, അങ്ങനെ പോകുന്നു. ഹാപ്പി അല്ലേ? വയനാട് പിന്നെ പറയണ്ടല്ലോ. വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് വയനാട്. ആഴ്ചയിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം നമ്മള് അവിടുന്ന് കയറും വയനാട്ടിലേക്ക്. 2 ദിവസം ഇവിടെ നിന്നിട്ട് സന്തോഷം. ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തില്ലേ? നിങ്ങളെ പേരെന്താ? പേരെന്താ? ആ, എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കൂടിക്കാണ്? സുഖന്നല്ലേ? എല്ലാ ഫ്രണ്ട്സാണ്, പണിക്കാരൊന്നല്ല കേട്ടോ, എല്ലാ ഫ്രണ്ട്സാണ്. ചങ്ങായിമാരെ കൂടി നടത്തുന്ന ഒരു കടയാണിത്. ഇതിലെ കഞ്ഞി കൊടുക്കുന്നത് നമ്മള്. ഇതിലാണ്, ഈ ഒരു ചട്ടിയിലാണ് കഞ്ഞി കൊടുക്കുന്നത്. ഇതും കഞ്ഞി ഉണ്ടല്ലേ? ഇതിലാണ് കേട്ടോ കഞ്ഞി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ റെഡി ആയിക്കോ. നല്ല ബീഫൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ചമ്മന്തി ഒക്കെ എടുത്തോ. ചോദിക്കാ എന്നാ ചോദിക്കട്ടെപ്പാ. നമുക്ക് കഴിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനാ പറയാം. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ആൾക്കാരോട് ചോദിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എങ്ങനെയുണ്ട് ഭക്ഷണം? നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന? അതെയാ? എന്തൊക്കെയാ? അത് ശരി. എവിടെ നിന്ന് നിങ്ങള്? ദുബായിൽ പഠിക്കുന്നത്. ലീവിന് വന്നു കഴിഞ്ഞാൽ 4 ദിവസം ഇവിടെ ഉണ്ടാവും. ആഴ്ച 4 ദിവസം. ഇവിടുത്തെ കഞ്ഞി ഒരു രക്ഷയില്ല. അപ്പൊ കഞ്ഞി തന്നെ കഴിക്കാം അല്ലേ? നിങ്ങളെ പേരെന്താ? സുനിൽ. നിങ്ങൾക്ക് ഇവിടെ തന്നെയാ? അത് ശരി. ഒരുമിച്ചുള്ള ഫ്രണ്ടാണ്. അപ്പൊ ഇടയ്ക്ക് എടുത്ത് കഴിക്കും. പഠിച്ചേക്ക്. അത് ശരി. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതെല്ലാം അടുത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടുത്തെ കഞ്ഞി വേറെ ലെവലാണ് ആള് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സാധനം നോട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് വിശ്വസിച്ച് കഴിക്കാം. അധികം പിന്നെ മറ്റു കൂട്ടുകളൊന്നുമില്ല. അതെ. പിന്നെ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന അതേ ഇതിൽ തന്നെ ഇവര് കുറച്ച് സ്നേഹോടെ ഇട്ട് തരും. ചോറൊന്നും മതിയേ, ഒരു ചോറ് മതി, ബാക്കി കഞ്ഞിയെടുക്കാം. അച്ചാറൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങൂല, എല്ലാം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നതാണ്. നാരങ്ങ ഉണക്കിയ അച്ചാർ, സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇപ്പോൾ കൊടുക്കുന്നത്. മാങ്ങയൊക്കെ ഉപ്പിലിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അച്ചാറാക്കാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളി ചമ്മന്തി, ബീറ്റ്റൂട്ട് ചമ്മന്തി, പിന്നെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ, മത്തൻ വരകിയത്, വഴുതനങ്ങ ഉപ്പേരി, പിന്നെ പയറുപ്പേരി. ഇത് തട്ട് കഞ്ഞിക്കുള്ള സൈഡ്. ഇതാ ഇനി കപ്പ പുഴുങ്ങി വെച്ചത്. കപ്പ നല്ലോണം കട്ടക്കി പുഴുങ്ങി ആക്കി വെക്കും, തളിച്ച് വെക്കും. പിന്നെ അതിനുള്ളൊരു ചെറുപയറിൻ്റെ ഒരു മസാലക്കറി. ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും. വേണ്ട 1 ചോറാണ്. പിന്നെ ഓരോ ദിവസം ഓരോ കറികൾ. തക്കാളി രസം, പിന്നെ തൈര് അതിൻ്റെ മേലെ വയ്ക്കും. കുറച്ച് ഉള്ളി വിതറിയിട്ട് സെറ്റായി. ഇതാണ് ചട്ടിക്കഞ്ഞി. ഫുള്ള് ഹെവി സാധനമാണല്ലോ. ആ അത് കാണുന്നല്ലോ, കുറച്ചേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റും. ഇതിന്റെ സൈഡ് ഇതിനകത്ത് എന്തൊക്കെയുള്ള കപ്പ ഒരു ചെറുപയറിന്റെ ഓരോ ദിവസം ഓരോ മസാലക്കറി ആയിരിക്കും. എന്തൊക്കെ കഞ്ഞിയുണ്ട് ഇവിടെ? സാധാ കഞ്ഞിയുണ്ട്, പ്ലെയിൻ കഞ്ഞിയുണ്ട്, ചട്ടിക്കഞ്ഞിയുണ്ട്. ഇത് അധികം പോന്നെ. അത് ശരി. അപ്പൊ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കഞ്ഞി കേട്ടോ. അതിന്റെ ഒരുമിച്ച് ഇതാ സൈഡില് അച്ചാറ്, വറവ്, പപ്പടം. ഇത് പിന്നെ കുഞ്ഞാണ്, പിന്നെ പയറുപ്പേരി, മുളക് ചമ്മന്തി അല്ലേ? ബീട്രൂട്ട് ചമ്മന്തി. വേറെ ചമ്മന്തി ഉണ്ടോ? ബീട്രൂട്ട് ചമ്മന്തി, മുള്ളി ചമ്മന്തി, സ്റ്റാർ ഫ്രൂട്ടിന്റെ അച്ചാറ്,
മത്തൻ വരകിയത്, പയറുപ്പേരി, വഴുതന ഉപ്പേരി. അപ്പോൾ മൊത്തം നാടനാണ് കേട്ടോ, ശരിയായ നാടൻ ഐറ്റംസ് വെച്ചിട്ടുള്ള സംഭവമാണ്. കഞ്ഞി നോക്കട്ടെ കണ്ട് ഒന്നിച്ച് കലക്കണം, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അത് ഞാൻ നോട്. ഓ അയ്യാ, ഒന്നിച്ച് കലക്കണം, പച്ചമുളക് ഉടച്ചിട്ട്. അതാണ് അതിന്റെ രസം. കുട്ടികളാകുമ്പോ എരിവ് വേണ്ട. സെറ്റ് സെറ്റ്. അമ്മോ നല്ല എടുത്തോട്ടെ. വേണ്ട സഭ വേണ്ടേ? കഴിക്കുന്നുണ്ട് നമ്മള്. ഉപ്പിട്ടിട്ട് കലക്കണേ. ഉപ്പിട്ട് കളിക്കൂ കേട്ടാ. ഓ ഇത് ശരിയായ പയങ്കഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ കഞ്ഞി കുടിക്കും, പയങ്കഞ്ഞി. ആ ഒരു ഫീല് വരും അല്ലെ നമുക്ക്. ബീഫ് മീനുകളൊക്കെ കിട്ടും. അപ്പൊ മമ്മൂന്റെ ഊണിലുള്ള എല്ലാ സാധനങ്ങളും ഇടുന്നുണ്ട്. നമ്മൾ കഞ്ഞി ഉണ്ടോ? ഊണല്ല മീൻ എന്തെല്ലാം ഉള്ളേ? ആ മുളകിയാ മതിയാ? ഓ നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ് സാധനം കേട്ടോ. ക്രീമി വേണ്ട പേമി. ഇതാ ബീഫ് ഇതാ മോനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബീഫ്. നാരങ്ങ പിഴിയണ്ട, ആദ്യം ബീഫ് മാത്രം നോട്ടെ. എൻ്റെ അമ്മോ, ഇത് കഴിച്ചു നോക്കിയാ. ഓ അടിപൊളി ബീഫ് എന്ന് വെച്ചാൽ അടിപൊളി ബീഫ്. ഒരു രക്ഷയില്ലാത്ത ബീഫ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നോക്കിയാ ആ ഒരു മുളകില്ല, ചില്ലി ഫ്ലേക്സ്, അതിൻ്റെ കുത്ത് ശരിക്കുണ്ട്. അതുപോലെ മല്ലിപ്പൊടിയുടെ കുത്ത് നന്നായിട്ട് വറുത്ത് ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, ഇനിയും പിന്നെയും കഴിക്കാൻ തോന്നും. നീ വിളിച്ചിട്ടുണ്ടോ മോളെ? ചോറ് കഴിക്കും? ചോറ് അടിപൊളിയാ? ചൊക്കയ്ക്ക് നമ്മുടെ മാനന്തവാടിയിൽ നമ്മൾ മുമ്പൊരു വീഡിയോ എടുത്തിരുന്നു, ഒരു ഓട്ടോ ഡ്രൈവർ റിവൈസ്. 2-3 വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ പിന്നെ കുടുംബക്കാരനാ. ബ്രോ സുഖല്ലേ? പേരെന്തിനും പറഞ്ഞേ? റിയാസ് കേട്ടോ. റിയാസ് എന്ത് ചെയ്യുന്നു? ഷോപ്പില. നിങ്ങളുടെ ഫ്രണ്ടാ? പേരെന്താ? എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഉഷാറല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പല ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ ഒരുമിച്ച് തന്നെ ഉണ്ടാകാറുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ കഞ്ഞി അടിപൊളിയായിട്ടുണ്ട്. ചോറുന്നല്ല സഫ എവിടെ എത്തി? ടേസ്റ്റ് ഉണ്ടോ? പൊളിയാ? ഓ സഫക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പറഞ്ഞു കേട്ടോ. മോന് ഉപ്പിട്ടടിക്കാം. അപ്പോൾ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഫുഡ് അടിപൊളി അല്ലേ? എന്നാൽ പോയി വെച്ച് കയറിക്കോ. എന്താ രസവും. അപ്പോൾ നല്ല ഭക്ഷണം നന്നായിട്ടുണ്ട്. കഞ്ഞി അടിച്ച് പൊളിച്ചു, കംപ്ലീറ്റ് കുടിച്ചു ഞാൻ. പിന്നെ നമ്മൾ എപ്പോഴും സാധാ ചോറ ഉച്ചക്ക് കഴിക്കാം. ഇന്ന് കഞ്ഞി ആയപ്പം വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. മോളെ പേരെന്താടാ? അപ്പൊ രാവിലെ എന്തൊക്കെയാണ്? 10 മണി മുതൽ ചട്ടിക്കഞ്ഞി, സാദാ കഞ്ഞി, 12 മണി മുതൽ ചോറ്. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡർ വരികയാണെന്ന്. അപ്പൊ രാവിലെ ഓക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭക്ഷണം. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുക്കോ? ഇത് ചൂട്ടക്കടവ്, തവിഞ്ഞാൽ റോഡ്. പേരിയ, തവിഞ്ഞാല്, യവനാർകുളം ആ റോഡാണിത്. ചൂട്ടക്കടവ് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. ഈ നമ്പറിൽ കിട്ടൂലേ? ഓ, എന്തെങ്കിലും ലൊക്കേഷൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ ഈ നമ്പർ വിളിച്ചാൽ മതി. ഗൂഗിൾ കറക്റ്റ് കിട്ടും. ഏത് നമ്മുടെ
ഗൂഗിളില്ല. അപ്പൊ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. പരിചയപ്പെട്ട സന്തോഷം. ഓ തീർച്ചയായിട്ടും. എന്താന്നല്ല മോൻ കേറിയപ്പോ ആൾക്കാർ നിറഞ്ഞു, നല്ല ഐശ്വര്യമുള്ള ആളാ. ഇനിയും ആൾക്കാർ ഒരുപാട് വരും. നമ്മൾ പോയടത്തേക്ക് ഇതുവരെ ആൾക്കാർ വന്നിട്ടേ ഉള്ളൂ. നമ്മളെ കൊണ്ട് നിങ്ങൾ നന്നാണോ, നിങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ നാട് നന്നാവും. നമ്മളിപ്പോ ഇപ്പം വന്നതെന്ന് വെച്ചാൽ വയനാടിന് വേണ്ടിയും കൂടിയാണ്. കാരണം വയനാട് ഇപ്പൊ ഭയങ്കര ഡൗൺ ആയി കിടക്കുകയാണ്. നമ്മൾ തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരണം, ജനങ്ങളൊക്കെ വരണം. അതിനും കൂടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ കാണാം നമുക്ക്. ശരി, അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. നല്ല ഭക്ഷണമാണ്, നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം നല്ല ഭക്ഷണം, കഞ്ഞി നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി കഞ്ഞി, ബീഫ് ഒരു രക്ഷയില്ല മോനെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും നല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ബെൽ ബട്ടൺ. അപ്പോൾ ഒരുമിച്ച് എന്താ രസം എന്ന് പറയണം. പറഞ്ഞോ എന്താ രസം?